മലയാളികൾക്കെല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായി മാറിക്കഴിഞ്ഞു ആര്യ ബഡായിയും സിബിനും. ഇന്ന് ആര്യയും സിബിനും പുതിയൊരു ജീവിതത്തിലാണ് എന്ന് പറഞ്ഞേ മതിയാകൂ. പലപ്പോഴായിട്ടും പല അഭിമുഖങ്ങളിലും ആര്യ എത്തിയപ്പോഴൊക്കെ തന്നെയും തനിക്കൊരു പങ്കാളിയെ വേണമെന്ന ആഗ്രഹമുണ്ട് എന്ന് ആര്യ പറഞ്ഞിട്ടുണ്ട്. നടിയുടെ ആദ്യ വിവാഹബന്ധം പിരിഞ്ഞതാണ്. ഈ ബന്ധത്തിൽ ഒരു മകളുമുണ്ട് ആര്യയ്ക്ക്. ഇതിനുശേഷം ഒരു പ്രണയബന്ധവും ആര്യയ്ക്കുണ്ടായിരുന്നു. എന്നാൽ അതും പരാജയപ്പെടുകയായിരുന്നു. മകൾക്ക് 14 വയസ്സ് പ്രായമുണ്ട്. ഒരു കൂട്ട് വേണമെന്ന് ആര്യ വല്ലാതെ ആഗ്രഹിച്ചിരുന്ന സമയമായിരുന്നു. ആ സമയത്ത് തന്റെ ഉയർച്ചയിലും താഴ്ചയിലും കൂടെ നിന്ന സിബിനെയായിരുന്നു ആര്യ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുത്തത്. ആര്യയ്ക്കും സിബിനും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട്. 2 ദിവസം മുൻപായിരുന്നു ആര്യയുടെയും സിബിന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത്. ഇത് കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഇരുവരുടെയും രജിസ്റ്റർ മാരേജും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത്. തൊട്ടു പിന്നീട് ആരാധകർക്കെല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു. ആര്യയുടെയും സിബിന്റെയും പ്രണയകഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ന് ആരാധകരെല്ലാവരും. ബിഗ് ബോസ് മലയാളം സീസൺ 3യിലേക്കും ആര്യ ബഡായി എത്തിയിരുന്നു. സിബിനാകട്ടെ ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്കും. ബിഗ് ബോസിൽ വെച്ച് നിരവധി ആരാധകരെയും വിമർശകരെയും സ്വന്തമാക്കുകയായിരുന്നു ആര്യ ബഡായി. ബിഗ് ബോസ് മലയാളം സീസൺ 3യിലെ ഏറ്റവും മികച്ച കണ്ടസ്റ്റന്റുകളിൽ ഒരാൾ കൂടെയായിരുന്നു ആര്യ. ഷോയിലെത്തിയ സമയത്ത് താൻ ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ബിഗ് ബോസിലേക്ക് പോയ സമയത്ത് ആര്യയ്ക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു. വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷമായിരുന്നു ആ പ്രണയം. ഇപ്പോൾ അതിനെപ്പറ്റിയും അത് തകരാനുണ്ടായ കാരണത്തെക്കുറിച്ചും ആര്യ സംസാരിച്ചത് വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയാണ്. പോകണമോ എന്ന കാര്യത്തിൽ എനിക്ക് ഇരു മനസ്സായിരുന്നു. കുഞ്ഞുണ്ട്. അച്ഛൻ മരിച്ചിട്ട് അധികമായിട്ടില്ല. എല്ലാ സപ്പോർട്ടും തന്ന് എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടത് വരെ ആളാണ്. ആ കാര്യത്തിലൊക്കെ തന്നെയും ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ആദ്യം ഫോൺ ചെയ്ത ആളെയാണ്. കുഞ്ഞിനെ പോലും വിളിച്ചിട്ടില്ല. പക്ഷേ ആൾ ഫോൺ എടുത്തില്ല. അവസാനം പാനിക്കായി ഞാൻ സഹോദരിയെ വിളിച്ചു. ആൾ എവിടെയാണ്, ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. തിരക്കായിരിക്കാം, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. അവളുടെ പറച്ചിലും ആത്മവിശ്വാസമില്ലായ്മയും എനിക്ക് തോന്നി. എന്തോ പ്രശ്നമുണ്ട് എന്നും എനിക്ക് ഉറപ്പായി. അദ്ദേഹത്തെ പിന്നീട് ഞാൻ കണ്ടു. അദ്ദേഹത്തിന് ആ പഴയ സ്നേഹമൊന്നുമില്ലായിരുന്നു. എന്നെ എയർപോർട്ടിൽ വിട്ട ആളെ അല്ലായിരുന്നു. ആ സ്നേഹമോ എക്സൈറ്റ്മെന്റോ ഇല്ലായിരുന്നു. ജാൻ എന്നാണ് അദ്ദേഹത്തെ ഞാൻ വിളിച്ചിരുന്നത്. ജാൻ ഇന്നലെ തൊട്ട് ഞാൻ വിളിക്കുകയാണ് പറഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങുകയാണെന്നായിരുന്നു അയാളുടെ പ്രതികരണം. എന്തോ പ്രശ്നമുണ്ട് എന്ന് എനിക്കും മനസ്സിലായി. പിന്നീടാണ് ആര്യ ഒരു കാര്യം മനസ്സിലാക്കിയത്. ആര്യയുടെ സുഹൃത്തിനോടൊപ്പമാണ് മുൻ കാമുകൻ ബന്ധത്തിലാവുകയും ചെയ്ത്. ആര്യയ്ക്കത് വലിയ സങ്കടം തന്നെയായിരുന്നു. പിന്നീട് തന്റെ കരിയർ മാർഗവുമായിട്ട് ആര്യ മുന്നോട്ട് പോവുകയായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുൻപ് ആര്യ പറഞ്ഞ വാക്കുകളാണിത്. ഇത് വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ്. ആ സമയത്തും ഇന്നും താങ്ങും തണലുമായി ആര്യയ്ക്കൊപ്പം നിന്ന സുഹൃത്ത് സിബിനായിരുന്നു. സിബിനെ കുറിച്ച് പറയുമ്പോൾ ആര്യയ്ക്ക് 100 നാവാണ്. തന്റെ ആത്മാർത്ഥ സുഹൃത്താണ് സിബിന് എന്ന് ആര്യ പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ വെച്ച് സിബിന് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് പുറത്ത് സിബിന് കട്ട സപ്പോർട്ടുമായി എത്തിയത് ആര്യ തന്നെയായിരുന്നു. ഇപ്പോഴിതാ സിബിനും ആര്യയ്ക്കും വലിയ സന്തോഷം തന്നെയാണ്. ഇരുവരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത്. തൊട്ടു പിന്നാലെ രജിസ്റ്റർ മാരേജും.